Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 2 12ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പേരെന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ഒരേപോലത്തെ എത്ര പേരുണ്ടെന്ന്. അപ്പോട്ട് സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എന്റെ തോൽവികളെയും എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് എനിക്കൊരിക്കലും ജീവിതം വെറുപ്പായി തോന്നിയിട്ടില്ല. ഒരിക്കലും തോന്നുകയുമില്ല. ഒരു സ്ഥലത്ത് നമ്മൾ തോറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തോൽവി കാരണം മറ്റൊരു സ്ഥലത്ത് നമ്മൾ വിജയിക്കും. ഞങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തുന്ന ആ ദുഷ്ടശക്തികളെ തീർച്ചയായിട്ടും ഞാൻ ധൈര്യമായിട്ട് എതിർക്കും എന്ന് പറഞ്ഞ് നനാമി ഇച്ചിജിയുടെ അടുത്തോട് ചെല്ലുന്നു. എന്ന ഇച്ചിജി അവിടെ അടികൊണ്ട് കിടക്കുന്നതാണ് നനാമി കാണുന്നത്. എന്റെ ടെക്നിക്ക് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയുമെന്ന് വിചാരിക്കുന്നു. മാനിപ്പുലേറ്റിംഗ് ക്രോസ് ഭയങ്കര പവർഫുൾ ആണല്ലേ. അതാ നിന്റെ പ്രായത്തിൽ ഒരുപാടധികം ട്രെയിനിങ്സ് എടുത്ത്. കാരണം ടെക്നിക്ക് വർക്കായില്ലെങ്കിലും ഫൈറ്റ് ചെയ്ത് ശത്രുവിനെ തോൽപ്പിക്കണമല്ലോ. പക്ഷേ എന്റെ ടെക്നിക്ക് എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് പോവാം, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട് എന്നാ കേഴ്സ് യൂസർ മേനോട് പറയുന്നു. ചേച്ചി സംസാരിക്കുമ്പോ ഇടയ്ക്കേറി സംസാരിക്കാൻ പാടില്ല എന്ന അനിയനും പറയുന്നു. നിനക്കൊരു കാര്യം അറിയോ, ഒരു സോസറിന് ബഹുമാനം കൊടുക്കുന്നത് അവന്റെ ടെക്നിക്കല്ല. കേഴ്സ് എനർജി യൂസ് ചെയ്ത് ഒരു ശക്തനായ പേഴ്സണായി മാറാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അന്നു മുതൽ ഞാൻ കൂടുതൽ ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഗ്രേറ്റ് വൺ സോസറായിട്ട് മാറിയത് എന്ന് മേ പറയുവാണ്. ഇത് കേട്ട് മേഡാനിയൻ കൈയടിക്കുന്നു. ഇതേസമയം അവിടെയുള്ള ആ സോസറിനോട് അവൻ കൈയടിക്കാൻ പറയുന്നു. അവനും കൈയടിക്കുന്നു. നിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ബോറടിച്ചു, അതാ ഞാൻ ഈ കഥയൊക്കെ നിന്നോട് പറയുന്നത് എന്ന് പറഞ്ഞ മേ അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നു. എന്നോട് ക്ഷമിക്ക്, ഞാൻ ഇനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല, എന്നെ വെറുതെ വിട്, എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്നാ സോസറർ പറയുന്നു. ഉയ് ഒരു ജീവന്റെ വില എന്താണെന്ന് അറിയോ നിനക്ക് എന്ന് മേ അവളുടെ അനിയനോട് ചോദിക്കുന്നു. ആ എനിക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ എത്രത്തോളം വിലയുണ്ടെന്ന് അനുസരിച്ചാണ് അവന്റെ വില അളക്കുന്നത്. നന്നായി മനസ്സിലാക്കിയിരിക്കുന്നല്ലോ ഉയ്, ഇനി നീ പറ എന്ന് മേ അവനോട് ചോദിക്കുന്നു. സോ അവനെ കൊണ്ട് അത് പറയാൻ സാധിക്കുന്നില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി നിനക്ക് തരാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് നീ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മേ അവനെ കൊല്ലാൻ വേണ്ടി പോകുന്നു. എന്റെ ജീവിതത്തിൽ ഒരാൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും ഞാൻ അയാളുടെ വില നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മേ അവനെ അങ്ങ് കൊല്ലുന്നു. ഇതേസമയം യൂജി മൊട്ടത്തലയ മീശക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന കേഴ്സ് ഒബ്ജക്ട് കണ്ടുപിടിച്ച് അത് ഇല്ലാതാക്കുന്നു. സോസറേഴ്സിനെ തടയുന്ന ആ ബാരർ അവിടെ നിന്ന് റിമൂവ് ആവുന്നു. മൊത്തം 3 കേഴ്സ് ഒബ്ജക്ട് നമ്മൾ ഇല്ലാതാക്കിയില്ലേ, എന്നിട്ടും ഒരു ബാരർ മാത്രം ഇല്ലാതായുള്ളോ എന്ന് ചോദിക്കുവാണ് യൂജി. ഒരുപക്ഷെ ഈ 3 എണ്ണം ഒരേ ബാരറിന് വേണ്ടിയിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 2 എണ്ണം ഫേക്ക് ആയിരിക്കും. എന്തായാലും എന്താ, ഇനി നമുക്ക് ഷിബുയക്കുള്ളിൽ സിമ്പിൾ ആയിട്ട് തന്നെ കിടക്കാം എന്ന് ഫുഷിഗ്രോ പറയുന്നു. ഇനി മനുഷ്യരെ അടച്ചു വെച്ചിരിക്കുന്ന ആ ബാരിയറും ഗോജോ വരാതിരിക്കാൻ അടച്ചു വെച്ചിരിക്കുന്ന ആ ബാരിയറും മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ഇവനോട് എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ബോധം കെട്ട് കിടക്കുവാണ്. ശരി വാ, നമുക്ക് ഈനോട് അടുത്തോട്ട് പോവാം എന്ന് ഫുഷിഗ്രോ പറയുന്നു. പെട്ടെന്നാണ് ഈനോ എന്ന് ഫുഷിഗ്രോ വിളിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഈനോദാ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു. അവന്റെ ബേഡിനെ കൊണ്ടുവന്ന് ഈനോ താഴെ വീഴാതെ രക്ഷിക്കുന്നു. അവന് നല്ല രീതിക്ക് എന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബാരിയർ റിമൂവ് ആയി, ഇനി നമ്മൾ എന്ത് ചെയ്യും മുത്തശ്ശി എന്നാ സോസറർ ചോദിക്കുന്നു. ആ ഗോജോ നമ്മുടെ വഴിയിൽ തടസ്സം നിൽക്കാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സോസറേഴ്സിനെയും അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്നാ കിളവി പറയുന്നു. പെട്ടെന്നാണ് ആ സോസറിന് എന്തൊക്കെയോ സംഭവിക്കുന്നത്. എനിക്ക് ഉത്തരവ് തരാൻ ഞാൻ എന്താ നിങ്ങളുടെ കൊച്ചുമോനാണോ എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുന്നു. ഇത് കണ്ട് കിളവി പേടിച്ച് പുറകോട്ട് പോകുന്നു. ഇവിടെ എന്താ നടക്കുന്നേ, ഞാൻ ആ ശരീരത്തിന്റെ രൂപം മാത്രമല്ല ഇവന്റെ ഉള്ളിൽ കൊണ്ടുവന്നേ എന്നാ കിളവി പറയുന്നു. ഓ നീയാണോ, എന്തായാലും അത് നന്നായി എന്ന് നമ്മുടെ ടോജിയും പറയുന്നു. ഇതുപോലെ ഒന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാ ഒരാത്മാവിനെ ഞാൻ ഒരു ശരീരത്തിലോട്ട് കടത്തിവിടരുതെന്ന് തീരുമാനിച്ച് എന്നാ കളവി പറയുന്നു. എനിക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ എന്റെ ബോഡി വളരെയധികം സ്പെഷ്യലാണ്. അതാ ഇവന്റെ ആത്മാവ് എന്റെ ശരീരത്തിനെ എതിർത്ത് ഒന്നും ചെയ്യാത്തത്. ശരീരത്തിനോട് ആത്മാവ് തോറ്റുപോയെന്നോ? ഇല്ല, ഒരിക്കലും നടക്കില്ല, ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്നാ കിളവി പറയുന്നു. നീ എന്താ പറഞ്ഞ്, സോസറേഴ്സിനൊക്കെ കൊല്ലാനല്ലേ, നീ ഒരു സോസറല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ടോജി ആ കിളവി അങ്ങ് കൊന്നു കളയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാക്കിനെയാണ്. എന്ത്, ഇച്ചിജിയെ അടിച്ച് താഴെട്ടെന്നോ? നൊബാറ, നീ അക്കാരെയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് ഇച്ചിജിയുടെ തൊടുപ്പോ. നമുക്കിവിടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാ പറയുന്നേ. അസിസ്റ്റൻസ് ഇല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരപ്പേ ലൂസായ ഗോജോ തോൽക്കാൻ സാധ്യതയില്ലെങ്കിലും പക്ഷേ ഇവിടെ എന്തൊക്കെയോ വിചിത്രമായിട്ട് നടക്കുന്നുണ്ട് എന്ന് മാക്കി പറയുന്നു. സോ ഗോജോയെ പിടിച്ചു വെച്ചത് ഇവരറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാ പറയുന്നേ, നിങ്ങൾ പൊക്കോ, ഇവിടെയുള്ളത് ഞാൻ നോക്കിക്കോളാം. ഇതേ സമയമാണ് നോബിറ്റ അവിടെ കിടന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുപ്പി കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ബാരിയറിന് പുറത്തു പോയാ ഇവർക്ക് ഇവരുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റും എന്ന് മാക്കി മനസ്സിൽ പറയുന്നു. ഈനോക്ക് എങ്ങനെയുണ്ട് എന്ന് യൂജി ഫിഷിഗറോട് ചോദിക്കുന്നു. ഭാഗ്യം കൊണ്ട് മരിച്ചിട്ടില്ല, അവന്മാരെ ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനും അടിച്ചു കൊല്ലും എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് യൂജി. ഇറ്റഡോറി, റിവെഞ്ച് എടുക്കാനുള്ള നേരമല്ല, ഇനി നമ്മൾ എന്തു ചെയ്യുമെന്ന് ആലോചിക്കുക, ഗോജോയെ രക്ഷിക്കണം എന്ന് യൂജി പറയുന്നു.
ബാരിയർ റിമൂവ് ആയ സ്ഥിതിക്ക് മുകളിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു പോയി കാണും. ഞാൻ ഈനോനെയും കൂട്ടി ബാരിയറിന്ന് പുറത്തു പോട്ടെ എന്ന് യൂജിയോട് ചോദിക്കുന്നു. നീ ഈനോയെ ഇവിടെ നിന്നും കൊണ്ടുപോ, സ്റ്റേഷനകത്ത് പോയി ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങൾ എന്ന് യൂജി പറയുന്നു. ഇത് മാത്രമാണ് ഒരു വഴിയുള്ളത്. ഷിബുയയിലോട്ട് ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് ആണ് എന്ന് ഫുഷിഗ്രോ പറയുന്നു. സോ യൂജിയുടെ അകത്ത് സുഗുണുള്ളത് കൊണ്ട് യൂജിയെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ശരി, ഓക്കെ, പക്ഷേ എന്ന് ഫുഷിഗ്രോ പറയുന്ന സമയത്ത് ഞാൻ മരിച്ച നീ എന്നെ കൊന്നുകളയും, അതല്ലേ? എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല, പിന്നെ എന്റെ കൂടെ മെഗമാറവും ഉണ്ടല്ലോ എന്ന് യൂജി പറയുന്നു. സോസറേഴ്സിനെ തടഞ്ഞു നിർത്തുന്ന ആ ബാരിയർ റിമൂവ് ആയ കാര്യം മേക്ക് മനസ്സിലാവുന്നു. ഗോജോക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ സഹായത്തിന് ജീവിതകാലം മുഴുവൻ അവൻ എന്നോട് കടപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മേ നടന്നു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നൊബാറേനെയും അക്കാരിനെയാണ്. ഓ ഗേൾസോ, ഇതുവരെ എന്റെ മുമ്പിൽ വന്നവരൊക്കെ ബോയ്സ് ആയിരുന്നു, ഇപ്പോൾ ഗേൾസിനെ കിട്ടിയെങ്കിൽ എനിക്ക് ഒരുപാടധികം സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുവാണ് ആറൂട്ട. അക്കാരി, നീ പെട്ടെന്ന് ഇനി ഇവിടുന്ന് ഓടി ടോക്കിയോയിലോട്ട് പൊക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് നൊബാറ പറയുന്നു. ഇവന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഇച്ചിജി അറ്റാക്ക് ചെയ്തത് ഇവനാണെന്നുള്ള കാര്യം നൊബാറയ്ക്ക് മനസ്സിലാവുന്നു. നിങ്ങൾ എന്താ കുസു സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ, കുറച്ച് എന്നോടും കൂടി സംസാരിക്കുക എന്ന് പറഞ്ഞ് ഹറൂട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്വോർഡ് ഇവർക്ക് നേരെ എറിയുന്നു. നൊബാറ അത് അവിടെ നിന്നും തട്ടി മാറ്റുന്നു. അക്കാരി അവിടെ നിന്നും ഓടുന്നു. ഇതേ സമയമാണ് നൊബാറ അവളുടെ സ്ട്രോഡൽ ടെക്നിക്ക് യൂസ് ചെയ്ത് ഹറൂട്ടിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടുന്നു. ഇതേ സമയം അവന്റെ സ്വോർഡ് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. ഇതുപോലത്തെ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ലോങ്ങിൽ മിഡ് റേഞ്ചിലായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നൊബാറ വീണ്ടും അവിടെ നിന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇതേ സമയം അക്കാരിയുടെ പുറകെ ഓടുവാണ് ആ സ്വോർഡ്. മറ്റൊരു വശത്ത് നൊബാറ അവളുടെ സ്ട്രോഡൽ ടെക്നിക്ക് യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇതേ സമയം ഓടിക്കൊണ്ടിരിക്കുന്ന അക്കാരിയുടെ കാലങ്ങ് വെട്ടുവാണ് ആ സ്വോർഡ്. സോ അക്കാരി താഴെ വീണ കാര്യം അവന് മനസ്സിലാവുന്നു. അക്കാരിയുടെ അടുത്തോട്ട് അവൻ ഓടുവാണ്. ഓടി വന്നവൻ അക്കാരിയെ ഒറ്റ ചവിട്ട് അങ്ങ് ചവിട്ടുന്നു. ഇത് കണ്ട് ടെൻഷനായ നൊബാറ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് അവന്റെ കയ്യിലോട്ട് ആ സ്വോർഡ് വരുന്നു. ഈ സ്വോർഡ് എങ്ങനെ ഇപ്പൊ ഇവന്റെ കൈ വന്നേ എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവൻ നൊബാറയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് നൊബാറ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. തന്റെ സ്ട്രോഡൽ ടെക്നിക്ക് യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അവൻ അത് തടയുന്നു. മുകളിൽ പോയി തറച്ചു നിന്ന ആ ആണികൾ ഹെയർപിൻ ടെക്നിക്ക് യൂസ് ചെയ്ത് പൊട്ടിച്ചു കളയുന്നു. സോ അവന്റെ മുകളിലോട്ട് ഇപ്പോ ആ കല്ലുകളൊക്കെ വന്നു വീഴുന്നു. എന്നാൽ അവൻ കൂളായിട്ട് അവിടെ നിന്ന് കൊടുക്കുന്നു. അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിയുന്ന നൊബാറയ്ക്ക് സോ ഹറൂട്ടയുടെ സോഡായിരുന്നു അത്. ആ ഒരൊറ്റ അടിയിൽ നൊബാറ താഴെ വീഴുന്നു. ഓ, ഇത്ര പെട്ടെന്ന് താഴെ വീണു? എഴുന്നേക്കാൻ പറ്റുന്നില്ല നിനക്ക്? എന്തെങ്കിലും പറ, അത്രയധികം സംസാരിച്ചതല്ലേ, ഇപ്പൊ ഇനി ഒന്നും പറയാനില്ല നിനക്ക്? ആ കുഴപ്പമില്ല, ഇപ്പൊ നീ ആദ്യം ഉണ്ടായതിനൊക്കെ ഓൾ പവർഫുൾ ആയി മാറി എന്ന് ഒരു കാര്യം നീ മനസ്സിലാക്കണം. പവർഫുൾ ആയിട്ടിരുന്നാൽ മാത്രം ഈ ലോകത്ത് വിജയിക്കാൻ സാധിക്കില്ല. ആക്ച്വലി എന്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ആദ്യം നിങ്ങളിൽ ആരെയാണ് കൊല്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ സോഡ് എടുക്കുന്നു. ഡേയ്, ഓവറാക്കല്ലടോ. ആദ്യം ചോദിച്ചതിന് മറുപടി പറ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് നൊബാറ ചോദിക്കുന്നു. അവരേതോ സാത്തറോ ഗോജോനെ പിടിക്കാൻ സഹായം ചോദിച്ചു. ഞാൻ ഓക്കെയും പറഞ്ഞു എന്ന് ഹറൂട്ട പറയുന്നു. എന്തിനാ ഈ ലോകത്തോട്ട് വന്നേന്നാ ഞാൻ ചോദിച്ചേ എന്ന് നൊബാറ ചോദിക്കുന്നു. ഓ, അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു പയ്യൻ ഫുട്ബോളേ ഇല്ലാത്ത ഒരു ലോകത്ത് ജനിച്ചാൽ എന്ത് സംഭവിക്കും? ഏയ്, അങ്ങനെയില്ല. ഞാൻ എന്തൊക്കെയാ പറയുന്നേ? അതൊക്കെ വിട്. ഇതെങ്ങനെ ഫൺ ആയിട്ടുണ്ടോ? എല്ലാത്തിനും ഇങ്ങനെ ഓരോരോ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാ ഫൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അക്കാരിയെ അറ്റാക്ക് ചെയ്യുന്നു. ഡേയ്, മതി നിർത്ത് എന്ന് ടെൻഷനായി പറയാണ് നൊബാറ. വീണ്ടും അത് വെച്ച് അക്കാരിയെ കുത്തുന്നു. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തടുത്ത് നിർത്തി നോക്കടാ എന്ന് ഹറൂട്ടയും പറയുന്നു. സോ ഇപ്പോഴാണ് അങ്ങോട്ടൊരാൾ നടന്നു വരുന്നത്. ഇതേ സമയം താഴെ കടന്നിരുന്ന നൊബാറ എഴുന്നേറ്റ് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാ അവളെ കൊണ്ട് ശരിക്കും ഒന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. അവന്റെ സ്വോർഡ് ഉപയോഗിച്ച് നൊബാറയെ കൊല്ലുവടാന്നും പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു ഗ്ലാസും പൊട്ടിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ് മുതല്. സാക്ഷാൽ കെൻഡോ നനാമി. ബ്ലൂ സൂട്ട് ഇട്ട ആളോ? അങ്ങനെയാണെങ്കിൽ നിന്നെ കൊല്ലണോ വേണ്ടയോന്ന് നീ തന്നെ പറ. സോ കെൻഡോ തന്റെ ടൈ ഊരി കയ്യിൽ കെട്ടുന്നു. ഇനി നടക്കാൻ പോകുന്നത് ഞാൻ പറയണ്ടല്ലോ. എത്ര പേര്? അവരൊക്കെ എവിടെയുണ്ട് എന്ന് നനാമി ചോദിക്കുന്നു. എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ നനാമി ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടുന്നു. എന്നാ നനാമി ഒന്ന് കുലുങ്ങുന്നു പോലുമില്ല. എത്ര പേര്? അവരൊക്കെ എവിടെയുണ്ട് എന്ന് വീണ്ടും നനാമി ചോദിക്കുന്നു. എനിക്കറിയില്ല എന്ന് പറഞ്ഞത് മോന്തടിച്ച് പൊളിക്കുവാണ് നനാമി. തെറിച്ചുപോയി ഒരു 20 മീറ്റർ അപ്പുറത്ത് പോയി അങ്ങ് വീഴുന്നു. അവന്റെ ആ ചൊറിച്ചിൽ അങ്ങ് തീർന്നു കിട്ടി. അയ്യോ, എന്റെ ടെക്നിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ചത്തുപോയി. ഓടിയാലോ എന്നും പറഞ്ഞ് എഴുന്നേക്കാൻ ശ്രമിക്കുവാണ് അവൻ. എന്നാൽ അവനെ കൊണ്ട് അതിന് പറ്റുന്നില്ല. പെട്ടെന്ന് നനാമി അങ്ങോട്ട് വന്ന് അവന്റെ മുടിയിൽ കയറി പിടിക്കുന്നു. മൊത്തം എത്ര പേര്? പറ, അവരൊക്കെ എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് കേട്ട് ടെൻഷനായ നനാമി അവന് ടോറ്റി ഇടി അങ്ങ് കൊടുക്കുന്നു. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു. താഴെ കിടക്കുന്ന അവനെ പൊക്കിക്കൊണ്ട് നനാമി ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ പല അസിസ്റ്റൻസും താഴെ കിടക്കുന്നത് ഞാൻ കണ്ടു. അതിന് കാരണം നീയാണോ?
എന്താ ഇത് ഗ്രേഡ് 1 എന്ന് പറഞ്ഞാ ഇങ്ങനെയാണോ എന്ന് നൊബാറ ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മേനെയാണ്. ഓ നീയാണോ? ഹലോ മേ, എന്തൊക്കെയുണ്ട്? കുറെ നാളായല്ല കണ്ടിട്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഗെറ്റോ വരുന്നു. ഓ എന്നെ കൊല്ലാൻ ആളയച്ചിട്ട് എന്നോട് എങ്ങനെയുണ്ടെന്നോ? അതല്ല, നീ എങ്ങനെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നേ? കഴിഞ്ഞ വർഷം ഗോജോ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അല്ലെങ്കിൽ ഗോജോയും ഗെറ്റോയും ഒന്നായിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നേ? ഇല്ല, സാധ്യതയില്ല. കാരണം ഗോജോ വിചാരിച്ച ഈ നാട് തന്നെ ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ അവൻ എന്തിന് നിന്റെ കൂടെ ചേരണം? ഞാൻ ഗോജോനെ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടോ അതേ ബഹുമാനമാണ് ഞാൻ നിനക്കും തന്നത്. നിന്റെ ഈ ചാമിങ് ആയിട്ടുള്ള സ്മൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ചിരിക്കേണ്ടി വരില്ല. എനിക്ക് എന്റെ സീനിയറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഇങ്ങനെ ഒരു അവസ്ഥ എന്റെ ശത്രുവിന് പോലും വരാൻ പാടില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എന്റെ സ്പെഷ്യൽ ഗ്രേഡ് ഡിസീസ് കേഴ്സിനെ നീ തോൽപ്പിക്കണം. കഴിഞ്ഞ വർഷം ഉണ്ടായ പരേഡിൽ ബാക്കി വന്ന കേഴ്സുകളാണ് ഇതെല്ലാം. എന്തായാലും ഇതൊക്കെ ഇപ്പോഴും ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയാണ്. ഇവനെ തോൽപ്പിച്ച് നീ അങ്ങോട്ട് വാ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാം എന്ന് ഗെറ്റോ പറയുന്നു. സോ പെട്ടെന്ന് തന്നെ ആ കേഴ്സ് തന്റെ ഡൊമൈൻ ഓപ്പൺ ചെയ്യുന്നു. ഡൊമൈൻ എക്സ്പെൻഷനോ? ഇത് കുറച്ച് സീനാണല്ലോ എന്ന് മേ ചിന്തിക്കുമ്പോഴേക്കും അവളെ ഒരു പെട്ടിക്കകത്താക്കുന്നു. പെട്ടെന്ന് ഒരു വലിയ പാറക്കല്ല് വന്ന ആ പെട്ടിയുടെ മുകളിലോട്ട് വീഴുന്നു. എന്നമ്മേ ആ വലിയ പാറ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നു. എന്റെ ജീവനാപത്ത് വരുന്നത് പോലെ ഫൈറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി എന്ന് മേ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ സ്റ്റേഷനിലൂടെ ഓടി നടക്കുന്ന യൂജീനെയാണ്. അവിടെയൊന്നും ആരെയും കാണാനില്ല. ഈ ചേച്ചിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ആ കാര്യം ചോദിക്കുന്നു. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ന്യായം വെച്ച് നോക്കുമ്പോ നമ്മളെ പോലെ ഒരു സോസറർ ആവേണ്ട ഒരാളാണ് അവൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നവരെ ഗോജോക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ലേ എന്ന് നാനാമി ചോദിക്കുന്നു. ഞങ്ങൾ ആ ബിൽഡിങ്ങിന്റെ അകത്തായിരുന്നു, അതുകൊണ്ട് ഒന്നും കേട്ടില്ല. ശരി, ബാക്കപ്പിന് ആള് വരുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. ഞാനും സെനിനും ആ B5 പ്ലാറ്റ്ഫോമിലോട്ട് പോകട്ടെ. ഞാനും കൂടെ വരാം എന്ന് നൊബാറ പറയുന്നു. വേണ്ട, നീ കൂടെ വന്ന പ്രശ്നം കൂടത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നാനാമി അവിടെ നിന്നും പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് യൂജിനെയാണ്. ഓടി വന്ന് അവൻ താഴോട്ട് ചാടുന്നു. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരേക്കും. ബൈ.